സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് രാഗിപ്പൊടി കൊണ്ടുള്ളൊരു ദോശയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്ന് എടുക്കുന്നുണ്ട്. അതൊന്ന് കഴുകി കുതിർത്താൻ വയ്ക്കാം. അപ്പോൾ അത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 2 സ്പൂണ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഗ്ലാസ് രാഗിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് രാഗിപ്പൊടിയാണ് ചേർക്കുന്നത്. ഗ്ലാസ് ഒന്ന് താഴത്ത് വീണ് കഴിയുന്ന 2 ഗ്ലാസ് രാഗിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ട കെട്ടാതെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശയ്ക്ക് ആട്ടുന്ന പോലെ തന്നെ പോലെ തന്നെ അരച്ചെടുത്താൽ മതി. ഒരുപാട് ലൂസാവരുത്. ഈ ഒരു പാകത്തിന് മതി. ഈ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 5-6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിത് വൈകിട്ടത്തെ ചായക്ക് ദോശ ഉണ്ടാക്കാനാണ്. വൈകിട്ട് ഇതേപോലെ അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് മാവ് പുളിച്ച് കിട്ടും. ഇത് പുളിയൊന്നും ഇല്ലാത്ത ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശക്കല്ലടുപ്പത്ത് വെച്ച് ദോശ ഉണ്ടാക്കിയെടുക്കാം. ഒന്ന് മൂടി വയ്ക്കാം. അപ്പം അതിന് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പം നല്ലൊരു ഹെൽത്തി ദോശയാണ്. രാഗിപ്പൊടി കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്താലും മതി, അല്ലെങ്കിൽ നല്ലെണ്ണ ചേർത്താലും മതി. അപ്പോൾ അതിൻ്റെ അരിക്കുന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് ദോശ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ദോശ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. താങ്ക് യു.